അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗാണ് കേട്ടോ. ടോട്ടൽ ലാൻഡിലേക്ക് പോയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ മിക്കവാറും വെക്കേഷൻസിലെല്ലാം നമ്മുടെ വീഡിയോസ് എല്ലാം കുറവായിരിക്കും. കാരണം കുക്കിംഗ് എന്തായാലും ഉണ്ടാവില്ല, മിക്കവാറും കുറവായിരിക്കും. വീട്ടിൽ ഇരിപ്പൊന്നും ഉണ്ടാവില്ല, മിക്കവാറും നമ്മൾ പുറത്ത് കറങ്ങി നടക്കലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വ്ളോഗ്സൊക്കെയാണ് നമ്മൾ ഇടാറ്. അപ്പോൾ അതുപോലെ ഇന്നൊരു വ്ളോഗാണ്. തൃശ്ശൂരുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുട്ടികളെയൊക്കെ കൊണ്ട് ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ ചൂടാണെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ AC ഒക്കെയുള്ള ഇൻഡോർ ഗെയിംസ് ഉണ്ട്, ഔട്ട്ഡോറും ഉണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. എന്താ കാർ പാർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് ഫ്രണ്ടിൽ. ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ പുഴയ്ക്കൽ റോഡിലേക്ക് വരുമ്പോൾ ടൗണിൽ നിന്ന് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴയ്ക്കൽ റോട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ലുലു കൺവെൻഷൻ സെൻറ്ററിലേക്കുള്ള വഴിയാണ്. അങ്ങനെ ആ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചിക്കലിലേക്ക് അങ്ങനെ നമ്മൾ കയറി വരും. ആ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ റൈറ്റ് സൈഡിൽ വരും. ഈ ടോട്ടൽ ലാൻഡ് ലുലുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും. കുറച്ചും കൂടി അങ്ങോട്ട് മുന്നിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ടോട്ടൽ ലാൻഡ് എന്നാണ് പേര് കേട്ടോ. TOT ടോട്ടൽ അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇതിൽ കണ്ട നല്ല നീറ്റാണ് കേട്ടോ, നല്ല നീറ്റായിട്ടുള്ളൊരു സ്ഥലം. ഇൻഡോർ ഔട്ട്ഡോറും കുറേ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും കണ്ണിലേക്ക് പിടിക്കില്ലെങ്കിലും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറാം. ഇതിൻ്റെ ഉള്ളിൽ AC ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കുഞ്ഞു കുഞ്ഞു ബോർഡ് ഗെയിംസ് കുറേ ഉണ്ട് കേട്ടോ അതിൽ ഇവിടെ. പിന്നെ മാത്രമല്ല ഒരു കളിക്കാനായിട്ട് ഷിപ്പൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കളിക്കുക, അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കാസിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ കുട്ടികൾക്ക് കിടക്കാൻ പറ്റും. ഞാൻ മോളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ ഗെയിംസ് നമുക്ക് ഇവിടെ നിന്നാൽ കാണില്ല, അതിൻ്റെ ഉള്ളിലും കാണാം. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ബോളാണ് നിറച്ച് അടിയിൽ. അപ്പോൾ നല്ലൊരു ഫണ്ണായിരിക്കും കേട്ടോ. നമുക്കതിനെ കാണുമ്പോൾ നമുക്ക് പുതിയ അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കാനൊക്കെ തോന്നും. അപ്പോൾ കാസിലിൻ്റെ ഉള്ളിലത്തെ പുറമേ നിന്ന് നമ്മൾ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഗെയിമിൻ്റെ വരുന്നത്. ഇതന്നെ ഉള്ളിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ മുകളിലേക്ക് പോയിട്ട് അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. പുറത്ത് വെറുതെ ഓടി കളിക്കാനൊക്കെയാണ് തോന്നുന്നുണ്ട് കുട്ടികൾക്കത്. പിന്നെ അത് ഷിപ്പിൽ കയറിയിട്ട് നമുക്ക് ആ ഷിപ്പൊക്കെ ഓടിക്കാം. പിന്നെ അതാ ഒരു തൂങ്ങിയെടുക്കുന്ന ലാഡറൊക്കെ ഉണ്ട്, അതിലൊക്കെ കയറി കുട്ടികൾക്ക് അങ്ങോട്ട് നല്ല ആക്ടിവിറ്റിയാണ് കേട്ടോ, നല്ല ആക്ടിവിറ്റി. ഒരു വൈകുന്നേരം ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയമാണുള്ളത്. ആ ഒരു ടൈം ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി വീണാലും ബോളിലേക്ക് തന്നെയാണ് ഉള്ളിൽ വീഴുക, ഷിപ്പിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഗെയിംസ് കുറേ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ബോർഡ് ഗെയിംസൊക്കെ കുറേ ഉണ്ട്. പിന്നെ അമ്പും വില്ലും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസും അങ്ങനെ കുറേ അവിടെ ആ ചുമരിലൊക്കെ വെച്ചേക്കണതൊക്കെ ഓരോ കളികളാണ്. അതിങ്ങനെ വലിക്കുമ്പോൾ അങ്ങനെയുള്ള ഓരോ കളികൾ ബോളിൻ്റെയൊക്കെ. അപ്പോൾ ഇതിന് കാസലിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാം കേട്ടോ. അങ്ങനെയാണ് കാസലിൻ്റെ ഉൾഭാഗം കണ്ട ഇതുപോലെ ഗെയിംസ് കണ്ട. അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഉണ്ട്, നമുക്കിതിൽ കളിക്കാം. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിയും അങ്ങനെയുള്ള ഗെയിംസൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ട്, ഇതിൽ തന്നെ കയറാം. ശരിക്കും ഒരു കുഞ്ഞി കാസലിൻ്റെ ഉള്ളിൽ കയറുന്ന പോലെ തന്നെ ഉണ്ട്. എന്നിട്ട് അതുപോലെ കയറിയിട്ടാണ് നമ്മൾ അവിടെ ഇതിലാണ് സ്ലൈഡ് വരുന്നത്. 2 സ്ലൈഡ് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് അവർ മുകളിൽ നിന്ന് ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കളിക്കാം, നല്ല രസമുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഗെയിംസൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഉണ്ട്. അത് ഫുള്ള് ഇങ്ങനെ നടന്ന് അല്ലേ നമുക്ക് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഞാനല്ലേ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് പുറമെ നേരത്തെ കാണിച്ചത്. അപ്പോൾ അതാണ്, ഇതൊക്കെയാണ്. പിന്നെ ഒരു മിററിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ മിററാണ്. അപ്പോൾ നമുക്ക് വഴി തെറ്റും, പുറത്തേക്ക് കിടക്കാനുള്ള വഴിയില്ല. അങ്ങനെ കളിക്കാം, ഇതിൻ്റെ ഉള്ളിൽ കളിക്കാം. അതൊരു രസം. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല രസമുണ്ട്. ഒരു ചെറിയൊരു സ്ഥലം, നമുക്കൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡോറിൻ്റെ ഉള്ളത്. ഇനി ഔട്ട്ഡോർ കാണിച്ചു തരാം. ഔട്ട്ഡോറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇതിൽ പെറ്റ് ആനിമൽസൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം നമുക്ക് കളിക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ അടയ്ക്കണം. പിന്നെ അതുകൂടാണ്ട് ഈ കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ള വണ്ടികൾ എടുത്ത് ഓടിക്കാം. പിന്നെ പെഡൽ സൈക്കിള് പോലത്തെ എന്തെന്നോ അതിൻ്റെ പേര് പറയുക, സൈക്ലിങ്ങോ പെഡൽ സൈക്ലിങ് തന്നെയാണെന്ന് തോന്നുന്നു. അതൊക്കെ എടുത്തിട്ട് നമുക്ക് കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് ഇവിടെയൊക്കെ അതിൽ കളിക്കാം. പിന്നെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു കുഞ്ഞി സ്ഥലമുണ്ട്. അതായതാണ് ഞാൻ പറഞ്ഞ പെഡൽ സൈക്കിൾ പോലത്തെ. പിന്നെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എന്താ പറയുക
ക്രാഫ്റ്റ് പോലത്തെ അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെയാണ് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് വേറെ കൊടുക്കണം. അത് നമ്മൾ പേ ചെയ്തില്ല. ഇവരിപ്പോൾ ഇത്തിരി വലിയ കുട്ടികളായ കാരണം അതിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തില്ല. അപ്പോൾ എത്രയാണ് കണ്ടത് അതിൻ്റെ. പിന്നെ ഇതിൻ്റെ തന്നെ ഈ ഗ്രൗണ്ടിൽ ഫുള്ള് ചുറ്റി കഴിഞ്ഞാൽ കുറേ സൈഡിൽ ഇങ്ങനെ മണലും അതിൽ ബോളൊക്കെ ഇട്ടിട്ടുള്ളതുണ്ട്. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതാണ് പെറ്റ് ആനിമൽസ്. ഇവരുടെ ഒപ്പം എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് കയറി കളിക്കാം ഇവരുടെ ഒപ്പം. അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ വിശേഷം. നമ്മൾക്ക് തൃശ്ശൂരുള്ളവർക്ക് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യണമെങ്കിൽ കുട്ടികളെ കൊണ്ടിട്ട് ഇവിടെ ഒന്ന് വന്ന് നോക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.